അസ്സലാമലൈക്കും. ഗായ്സ് ഈദ് മുബാറക്ക്. ഇവിടെ വരുന്ന കേട്ടോ. വണ്ടി ഉണ്ടതാ. ഇവിടെ പെരുന്നാളുണ്ട്. പള്ളിയിൽ പോവാണ്. പള്ളിയുടെ വേക്കൽ തന്നെ കേട്ടോ. വാപ്പ മുസല്ല എടുക്കാൻ പറ്റും. ഏതോ ഈ ഔട്ട്ഫിറ്റിക്കുള്ള ഷൂ അടിച്ചാ. ഷൂ അല്ലത്, ക്രോക്സ്. ഒരു മാച്ചില്ലാത്തതാണ്. തരോ പള്ളിക്ക് ഇതെന്താണ് വളരെ ചവിട്ടി ചിലവാ ഷൂ കൂടി ഒന്ന് വാങ്ങിക്കും. നമ്മൾ എക്സിക്യൂട്ടീവിലാട്ടെ നീ ഫുള്ള്. അല്ലോ പള്ളി പോട്ടെ. പള്ളി പോയി എന്നിട്ട് ബാക്കി ഫുഡ് കഴിക്കൽ കാര്യങ്ങൾ. ഞാനും മാപ്പിയും ബ്ലാക്കും കേട്ടോ. ബ്ലാക്കും തിരിച്ചതാരം പറ്റി. എല്ലാവർക്കും തിരിച്ചതാരം പറ്റി. പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങിയോ. പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ഇങ്ങനെ നോക്കിയാണല്ലോ പള്ളി. ഞാൻ ഒന്ന് നോക്കിയാൽ ബുദ്ധലിപ്പോൾ കാണണ്ട നമുക്ക്. കീഴിലും പള്ളിന് മുമ്പിലും കീഴിലും അറബിൻ്റെ തോന്നുന്നുണ്ട്. കീഴിലും വണ്ടി. ഇനി റൂമ് പോട്ടെ. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോഷൂട്ടൊക്കെ എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചിലപ്പോൾ വരുന്നുണ്ട്. ചിലപ്പോൾ പോകട്ടെ. ബുർജ് ഖലീഫ നമുക്ക് ഇഷ്ടമുള്ളതായിരുന്നില്ല. നേക്ക് ഇതുണ്ട് കേട്ടോ. പ്രാക്കളൊക്കെ മറ്റേ സമാധാനത്തിൻ്റെ പുൽക്കോടികൾ എന്ന് പറയണേക്ക്. എന്താ അവിടെ നമ്മൾ ഫുൾ അറബികളാട്ടോ പള്ളിയിൽ തന്നെ. എന്നാലേ പോട്ടോ. കറങ്ങി കഴിഞ്ഞ് നമ്മൾ പോട്ടെ. ജുമക്കോട്ടൻ കേട്ടോ. ജുമക്കോട്ടൻ്റെ ഫ്ലോട്ടാ കറക്റ്റ്. ചെറിയ സുഹൃത്താവുള്ളോട് ചെറിയ പാട്ട്. പിന്നെ നേരെ റൂമിലേക്ക്. പള്ളി കയറിയിട്ട് ഇപ്പം ഇന്നത്തെ പള്ളി നേരം വയ്ക്കി. ജുമ നേരം വയ്ക്കി. പായുന്നായി ഫുൾ പാച്ചിലാട്ടോ. പുറത്ത് നിസ്കരിച്ചതിനകത്ത് ഫുഡ് കഴിക്കൽ മട്ട മഞ്ചി. വൈകുന്നേരമായിട്ടോ. നമ്മളിവിടുന്ന് ദുബായ് വിട പറയുകയാണ്. സാധനത്ത് പോവാ നമ്മൾ. ഇനി നേരെ അബുദാബി. ഇനി അബുദാബിത്തെ കാഴ്ചകളുള്ളൂ കേട്ടോ. എപ്പോഴേലൊക്കെ ദുബായിക്ക്. അപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് തരാനായിട്ട് പോയിട്ട് എടുക്കാൻ നേരെ പറഞ്ഞു. ദുബായ് വിടുക നേരെ കോട്ടയം. ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. നല്ല വെയിലുമാണ്. വീഡിയോ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ നെറ്റ് തീരെ സ്പീഡില്ല. അപ്ലോഡ് ആക്കിയിട്ട് വീഡിയോ പോകണില്ല. കറങ്ങി കൊടുത്തിരിക്കുക. നമ്മളേതായാലും ഫോണ ചെറിയ കാഴ്ചകളെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. ചെറിയ കാഴ്ചകളുമായി വീണ്ടും വരാം. നമ്മൾ പോവാണ്. ഗ്ലാസ് ഇട്ടിട്ട്. ഗ്ലാസ് ജോൺ ജേക്കബ്സ്. ബുർജ് താണേ ഇതുണ്ട്. അപ്പോൾ പോവാം നമ്മൾ. സാധനം കിട്ടി. ക്ലാസ് പോയി വരാം.
മറ്റേത് ഇങ്ങനെ കൂർത്താട്ട് ഇങ്ങനെ വരുന്നേ ഒരു എം മാതിരി. അതല്ല, അതിന് അങ്ങേ പുറത്ത്. അതിന് ആദ്യത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ റെസിഡൻസ് ബിൽഡിങ് ഇവിടുത്തെ ലോകത്തെ പ്രിൻസസ് ടവർ. ഇപ്പൊ അതിന്റെ അത്ര വലിപ്പമുള്ള വേറെയും ടവറുകൾ ഉണ്ട് അവിടെ. അതിന് മുകളിൽ നിന്ന് ആൾക്കാർ ചാടുക അങ്ങനെ പാരഷൂട്ടിൽ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവില്ലേ ആദ്യമൊക്കെ. അപ്പൊ അതിന്റെ ട്രാക്കിൽ മുറിച്ച് കടന്നാല് ഭയങ്കര ഫൈനാ. 5000 രൂപ ഫൈൻ വരും. പിന്നെ ലൈസൻസ് ഇതും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ അതിന്റെ ബ്ലാക്ക് പോയിന്റ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ വേറെ പൈസ വേണം. പിന്നെ അതല്ല വണ്ടി പിടിച്ചിടും. ഒരു മാസം വണ്ടി പിടിച്ചിടുന്നതിന് നമ്മളെ ഒഴിവാക്കണമെങ്കിൽ 3000 റുപ്യ കൊടുക്കണം. അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു മാസം പിടിച്ചിട്ട് വരും. അതുകൊണ്ട് നിർത്തിയില്ല. അല്ലെങ്കിൽ 3000 കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി വിട്ടിട്ടും. അപ്പൊ മൊത്തം 5000 റുപ്യ ആവും. നിർത്തിട്ടുണ്ടല്ലേ തിന്നാൻ. ആകാശത്ത് കാണുമ്പോൾ ദൂരം പോകുമ്പോണ്ടാവില്ല. ഉള്ളി കയറി ഇവിടെയാണോ ആകാശത്തുള്ള വ്യൂ? ഇവിടെ അല്ലല്ലോ, അതിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യണ്ടേ? നമ്മൾ അതിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് അതിന്റെ ഫസ്റ്റ് ഒരു ഇതില്ലേ, ഏത് നടുവത്തെ വഴി, ആ വഴിയാണിത്. ഇനി കുറച്ചുകൂടി ഞാൻ പോയിട്ടുണ്ടെങ്കിലാണ് ഇല കാണുക. നമ്മള് കാണൂല, വീഡിയോയിൽ കാണും. ഗ്ലാസ് വെച്ചുവിടേനെയോ? പാവഞ്ചിമറയത്തെ ഏറ്റവും വലിയ ഉയരല്ല ബിൽഡിങ് ഇവിടെ ഒറ്റ ബിൽഡിങ്ങിനുള്ളൂ ഉയരമുള്ളത്. ഇതിന്റെ ഉള്ളില് ഇതൊരു ഹോട്ടലാണ്, സെന്റ് റെജീസ് ഹോട്ടൽ. ലീഫിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ നമുക്ക് പോകാനില്ല. നേരെ പോവാം. ഇതൊരു ലീഫ് അതേമാതിരി അടുത്ത നമ്മളിപ്പോ പോണ നേരെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞോണ്ട് ദൂരമുണ്ട്. ചിലപ്പോൾ 3-4 കിലോമീറ്റർ ഉണ്ടാവും ഓരോ ലീഫാണ്. ചെറിയൊരു ട്രെയിന്, മെട്രോ അല്ല, ചെറുത് അങ്ങനത്തെ ചെറിയ ഇതിനുള്ളിലേക്ക് മാത്രം പോകാനുള്ളത്. അത് ഹോട്ടലാണ്, അറ്റ്ലാന്റിസ് ഹോട്ടൽ. നമ്മൾ പോണപ്പോ ടണൽക്കാ പോണത്. ഈ ടണൽ എങ്ങനെ പോകണമെന്ന് അറിയോ?
വെള്ളത്തിന്റെ അടി കൂടെ ടണൽ പോണേ. കാണൂലല്ലോ. ഈ ടണലിന്റെ മുകളിൽ വെള്ളം കാണായോ? ഒന്നും കാണില്ല. ആദ്യം കൂടെ വഴി ഉണ്ടായി, ഇപ്പഴൊക്കെ അടച്ചടന്തോ പണി നടക്കുന്നുണ്ട്. ഇവിടെ ഇതിന്റെ മുകളിൽ കൂടെ ആദ്യം ഇവിടെ വഴി ഉണ്ടായി. വഴി തന്നെ റൗണ്ട് അടിച്ചാൽ മാത്രം കേട്ടോ, യൂട്ടേൺ അടിച്ച് പോരാൻ. പക്ഷെ ഇപ്പൊ ക്ലോസ് ആക്കി, അവിടെ എന്തോ പണി എടുത്തോണ്ട്. കടലാണ് ഈ കാണുന്നത്. ഈ മതിലിന്റെ അപ്പുറത്ത് കടല്, അതൊക്കെ കടലിൽ കെട്ടിണ്ടാക്കിയതാ. തിരിച്ചു വരും അവിടുന്ന് തിരിച്ചു വരില്ല. ഇത് കൊറേ ദൂരം ഉണ്ട്. വേണ്ട ആവശ്യമില്ല, അതൊക്കെ ഹോട്ടല് മാത്രമേ ഉള്ളൂ. പിന്നെ ബീച്ചുണ്ട്, ബീച്ചിന് അങ്ങനത്തെ തിരക്കില്ലാടേതായാലും എന്തായാലും അടുക്കാൻ കഴിയൂല ഇങ്ങോട്ട്. ഈ കാണുന്നതാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആയ പാർക്കാണ് അതിനുള്ളിൽ. ഇതിനുള്ളിലുള്ളോ? ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയാല് വാട്ടർ തീം പാർക്ക് ഇവിടെ ആ മോണോ റെയിൽ ഇത് കൂടെ വരും, അവിടെ തന്നെ വരും. റെയിലില്ലേ പാർക്കിന്റെ ഉള്ളിൽ, അത് കാണില്ല. അക്ക ടിക്കറ്റ് എടുത്ത് പോകണം. ടിക്കറ്റ് ഓൺലി. ഇതെന്താ ടിക്കറ്റ്? ഇതാണ് റോയൽ അറ്റ്ലാന്റിസ് ഹോട്ടൽ തന്നെ. ഹോട്ടല് പുതിയ ഹോട്ടല് അറ്റ്ലാന്റിസിന്റെ, അത് പഴയ അറ്റ്ലാന്റിസ്. ഇത് പുതിയ അറ്റ്ലാന്റിസ്, റോയൽ. ഇപ്പം നമ്മൾ ഹലോ ഗൈസ്, നമ്മൾ ചായപ്പീടി എത്തിട്ടോ. പീസ്ഫുള്ളായ ചായപ്പീടിയാണ്. പീസ്ഫുൾ. 4-5 GB ഉണ്ടാവും. അത്ര ഉണ്ടായി. 30 മിനിറ്റ് ഉണ്ട്. സ്ഥലമാട്ടോടെ നമ്മൾ ചായ കുടിച്ചിട്ട് ബാക്കി കാണാം. ചായ കുടിച്ചിട്ട് പോയി ചായ പൂച്ച വയ്യത് ഒരു 6 മണിക്കൂറുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് എന്നോട് ഓഫീസിൽ നിന്ന് ഒരാൾ കൊടുക്കാൻ പോയി. അത് എന്നോട് ഡോടെ ആളെ കിട്ടിയത്
ഞാൻ